ഒരിക്കൽ തീരാറായോ കാപ്പിക്കുരു? വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഒരിക്കൽ തീരാൻ എത്തിയല്ലാത്തത് വെട്ടിപ്പറിച്ചതാണ്. മുകളിലോട്ട് പൊങ്ങിപ്പോയ കമ്പുകളെ എത്തിയല്ലാത്തത്. എന്റെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കാപ്പിക്കുരു ആയിരുന്നു വീട്ടിലെ ആദായമേ. അന്നേരം ഇപ്പോഴത്തെ പോലെ ബ്ലാക്ക് കൊണ്ടുപോയി കൊടുക്കുമല്ലായിരുന്നു. ഇപ്പൊ കടയിൽ കൊണ്ടുപോയി അങ്ങനെ. അന്നൊക്കെ ഇങ്ങനെ കാപ്പിക്കുരുവിന്റെ ബോർഡ് ഉണ്ടായിരുന്നു. റബ്ബർ ബോർഡ് പോലെ റബ്ബർ ബോർഡ്. ഓ അങ്ങനെ പറ. അല്ലാതെ ബോർഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിക്കും മറ്റേ എഴുതി വെച്ചേക്കുന്ന ബോർഡാണ്. എഴുതി വെച്ചേക്കുന്ന ബോർഡ് അല്ലടാ. കാപ്പിക്കുരു മാത്രം എടുക്കുന്ന ഒരു സംവിധാനമാണ് റബ്ബർ ബോർഡ്, കാപ്പിക്കുരു ബോർഡ്. അന്നേരം ഒരു 100 കിലോ കാപ്പിക്കുരു അല്ലെ 200, 500, 1000 കിലോ ഒക്കെ കാപ്പിക്കുരു കൊടുക്കണം. തീരെ കുറച്ച് കൊടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു ലൈസൻസ് പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കാപ്പിക്കുരു കൊടുത്തു കഴിയുമ്പോൾ വിഷുവിനൊക്കെ അതിന് ബോണസ് കിട്ടും. അങ്ങനെ ബോണസ് കിട്ടിക്കഴിയുമ്പം പിന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര പൈസയ്ക്ക് അന്നൊക്കെ കഷ്ടപ്പാടുള്ള കാലമാണ്. അന്നേരം ചാച്ചൻ പറയും പിന്നെ ഓണത്തിന് എന്തായാലും കാപ്പിക്കുരുവിന് ബോണസ് കിട്ടാറായിട്ടുണ്ട്, ഞാനൊന്ന് റബ്ബർ ബോർഡെന്നാ വായി വരുന്നത്, കാപ്പിക്കുരു ബോർഡിൽ ചെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു പോകും. എന്നിട്ട് ചെല്ലുമ്പോൾ ബോണസ് കിട്ടും, കിട്ടിയിട്ടുണ്ടാവും, പൈസ കിട്ടും. പൈസ കിട്ടിക്കഴിയുമ്പം ചാച്ചൻ പിന്നെ ഞങ്ങൾക്കെല്ലാം എണ്ണ പലഹാരവും പിന്നെ ഉടുപ്പിന് തുണിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വീട്ടിലേക്കുള്ള മുഴുവൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള കാലമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഉള്ള പരിപാടിയൊന്നും അല്ലായിരുന്നു. അതൊക്കെയായിരുന്നു ഒരു കാലം. നിങ്ങൾക്കതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പോലും അറിയില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്.